ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന മാത്സിന്റെ പ്രോബ്ലംസ്, കഴിഞ്ഞ മാത്സിന്റെ ക്ലാസ്സുകൾ ഇന്നലെ നിങ്ങൾ റിവൈസ് ചെയ്തോ? എന്താണ് സ്റ്റാറ്റസ്? ഒന്ന് ചാറ്റ് ബോക്സിലിടോ, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയോ, എന്തെങ്കിലും ചെയ്യോ? കഴിഞ്ഞ ക്ലാസ്സിൽ റേഷ്യോന്റെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രോബ്ലം വീണ്ടും ഒരു വട്ടം കൂടി നിങ്ങളോട് പിറ്റേന്ന് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണേന്ന് പറഞ്ഞിരുന്നു. എനിവൺ ചാറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് യെസ് ആണെങ്കിലും നോ ആണെങ്കിലും ഒന്നിടുകയാണെങ്കിൽ അറിയാൻ വേണ്ടിയാണെങ്കിൽ എങ്ങനെയാണ്, എവിടെ എത്തി എന്നൊക്കെ അറിയാൻ വേണ്ടിയാ. ചെയ്തു. യെസ്, വെരി ഗുഡ്. ഇതുവരെ ഉള്ളതൊക്കെ ഓക്കെയാണ്. വെരി ഗുഡ്. ഇതുവരെ ഉള്ള റേഷ്യോ മാത്രമേ ഇപ്പൊ പ്രസന്റ്ലി പേപ്പർ 1 മാത്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, യെസ്. ഇന്ന് നമ്മള് പേഴ്സൻറ്റേജ് ആണ് എന്ത് ചെയ്യാൻ പോണത്, ഡിസ്കസ് ചെയ്യാൻ പോണത്. പേഴ്സൻറ്റേജ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിന്റെ പ്രോബ്ലംസിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ്, നമ്മൾ കഴിഞ്ഞ ദിവസം റേഷ്യോക്ക് പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റത്തെ ക്ലാസ് ഒരു ബേസിക് സാധനങ്ങൾ പറഞ്ഞിരുന്നതായിരിക്കും. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മളൊരു 5 പ്രോബ്ലംസ് ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്കൊക്കെ തിരിച്ചു വരൊക്കെ ചെയ്യും അടുത്ത പല സെഷനുകളിലായിട്ടൊക്കെ. എനിവേ, നമ്മൾ ഇപ്പൊ കടക്കാൻ പോകുന്നത് ഏതിലേക്കാണ്? ഇപ്പൊ നമ്മൾ കടക്കാൻ പോകുന്നത് പേഴ്സൻറ്റേജിന്റെ ബേസിക്സിലേക്കാണ്. അപ്പൊ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് പേഴ്സൻറ്റേജിനെ എപ്പോഴും നമ്മൾ 100% എപ്പോഴും പൂർണ്ണതയായിട്ട് പറയാം. ഓക്കെ, 100% നമ്മൾ പൂർണ്ണതയായിട്ട്. ഓക്കെ, നമ്മൾ പേഴ്സൻറ്റേജിന്റെ ടോപ്പിക്കിലേക്ക് കടക്കുന്ന സമയത്ത് പേഴ്സൻറ്റേജിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റേഷ്യോനെ പറഞ്ഞതുപോലെ തന്നെ അതിനൊരു ബേസിക് സെൻസിൽ മനസ്സിലാക്കുക എന്നുള്ളൊരു സംഭവം നമ്മൾ പൊതുവെ പറയാറുണ്ട്. പേഴ്സൻറ്റേജ്, ശതമാനം എന്ന് പറയുന്നത് എപ്പോഴും ഒരു 100% എപ്പോഴും പൂർണ്ണത. 100%ത്തെയാണ് നമ്മൾ മാത്സിലെ പൂർണ്ണതയായിട്ട് വിളിക്കുക. അപ്പൊ ഈ 100%ത്തിന്റെ പൂർണ്ണതയോടാണ്, അല്ലെങ്കിൽ ആ പൂർണ്ണതയുമായിട്ടാണ് പലപ്പോഴും കണക്കുകൾ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കമ്പയർ ചെയ്യാറുള്ളത്. അപ്പൊ 1%, 2%, ഇതൊക്കെ പറയുന്ന ഔട്ട് ഓഫ് 100 ആണ്. ഓക്കെ, 100 അവിടെ പൂർണ്ണത. 1% എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് 100ലാണ് കമ്പയർ ചെയ്യപ്പെടുന്നത്. 2%, 50% എന്ന് പറയുമ്പോൾ 100ന്റെ പകുതി ശതമാനം എന്നുള്ള രീതിയിലേക്കൊക്കെ വരും. ഇതാണ് എന്തിനാണ് നമ്മളൊരു കാര്യത്തെ ശതമാനമാക്കി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു കണക്കിനെ നമ്മളൊരു പേഴ്സൻറ്റേജ് നിലവാരത്തിലേക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റേഷ്യോനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനുപാതികത കാണാൻ വേണ്ടിയായിരുന്നു. അതേപോലെ തന്നെ ഒരു റിലേഷൻ പറയലാണ് ശതമാനം എന്ന് പറയുന്നത്. പോപ്പുലേഷന്റെ ഇത്ര ശതമാനം, പോപ്പുലേഷന്റെ 50% എന്ന് പറയുമ്പോൾ പോപ്പുലേഷന്റെ 40% ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലാണ് എന്ന് പറയുന്ന സമയത്ത് അവിടെയൊക്കെ കമ്പാരിസൺ ആണ് നടക്കുന്നത്. ഒരു മെജോറിറ്റിയോട് ഒരു മൈനോറിറ്റിയെ കമ്പാരിസൺ ചെയ്യലാണ് ശരിക്കും നടക്കുന്നത്. ഇപ്പൊ പേഴ്സൻറ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 2 കാൽക്കുലേഷൻസ് ആണ് പൊതുവെ നമ്മൾ പഠിക്കേണ്ടി വരിക. അതായത് ഒരു സംഖ്യയുടെ ശതമാനം എത്രയാണെന്നും അതൊരു കാൽക്കുലേഷൻ, ഒരു സംഖ്യ വേറൊരു സംഖ്യയുടെ എത്ര ശതമാനമാണെന്നും കണ്ടുപിടിക്കുന്ന 2 കോൺസെപ്റ്റുകളാണ് നമ്മൾ തറോ ആയിരിക്കേണ്ടത്. അതായത് ഇപ്പൊ 10ന്റെ 5% എത്രയാണ് എന്നുള്ള, ഒരു മിനിറ്റ് ഇത് വായിക്കട്ടെ. 2 കോൺസെപ്റ്റുകളാണ്. 10ന്റെ 5% എത്രയാണ് എന്നുള്ളത് ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തത് 5 എന്ന് പറയുന്നത് 10ന്റെ എത്ര ശതമാനമാണ് എന്നുള്ളതും. ഓക്കെ, 10ന്റെ 5% എത്രയാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അതായത് ഒരു സംഖ്യയുടെ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക എന്നുള്ള കോൺസെപ്റ്റും, രണ്ടാമത്തെ കോൺസെപ്റ്റ് ഒരു സെർട്ടൈൻ സംഖ്യ വേറൊരു സംഖ്യയുടെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കലും. ഈ 2 കോൺസെപ്റ്റുകളാണ് നമുക്ക് ആവശ്യം വരിക. ഈ 2 കോൺസെപ്റ്റുകളിലാണ് പേഴ്സൻറ്റേജിൽ നമ്മൾ തറോ ആവേണ്ടത് എന്നുള്ളതാണ്. 10ന്റെ 5% നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കാന്നറിയോ? 10ന്റെ 5%, 10ന്റെ 5% അറിയുന്ന ആരെങ്കിലും? ഞാൻ പറഞ്ഞു തരും, അറിയാത്തൊരു പേടിക്കൊന്നും വേണ്ട. അറിയുന്ന ആരെങ്കിലും ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒരു നിലവാരം. 10 വെരി ഗുഡ്. 10 × 5/100 എന്ന് പറയുന്നു. 10ന്റെ 5% കണ്ടുപിടിക്കാൻ 10നെ 5 കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിക്കലാണ്. അപ്പൊ എവിടെ നിന്നാണ് ഈ 100 വന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡൗട്ട് ചിലപ്പം സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു ബിഗിനേഴ്സിനൊക്കെ ഉണ്ടാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശതമാനം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പൂർണ്ണതയാണ്. 100% എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയാണ്. ഏത് ശതമാനം നമ്മൾ പറയുമ്പോഴും അത് 100-മായിട്ടാണ്, പൂർണ്ണതയുമായിട്ടാണ് കമ്പയർ ചെയ്യുക.
5% എന്ന് പറയുന്നത് 100 എന്ന് പറയുന്ന 100% എന്ന് പറയുന്ന പൂർണ്ണതയുടെ 5 ഭാഗമാണ്. 8% എന്ന് പറഞ്ഞാലോ 100% എന്ന് പറയുന്ന പൂർണ്ണതയുടെ 100-8 ഭാഗമാണ് എന്നാണ് നമ്മൾ പറയാ. അതുകൊണ്ടാണ് 10ന്റെ 5% എത്രയാണ് ചോദിക്കുമ്പോൾ നമ്മൾ 10നെ 5 കൊണ്ട് ഗുണിച്ച് എന്ത് ചെയ്യുന്നത്, 100 കൊണ്ട് ഹരിക്കുന്നത്. 10നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 50 എന്നാണ് ഉത്തരം കിട്ടുക. 50നെ നമ്മൾ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 0 വെട്ടുന്നു, 0 വെട്ടുന്നു. പിന്നെയോ 5നെ 10 കൊണ്ട് ഹരിക്കണ സമയത്ത് 5നെ 10 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 0.05 എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് നമുക്ക് പറയാം. അതായത് 10ന്റെ 5% കണ്ടുപിടിക്കാൻ 10നെ 5 കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിക്കലാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ എഴുതാണേ. നമ്മൾ പറയാം ഇപ്പൊ 50ന്റെ 10% കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 50നെ ഒരു സംഖ്യയുടെ ഒരു സെർട്ടൈൻ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ആ സംഖ്യയെ ആ ശതമാനം കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യാം. അപ്പൊ 50ന്റെ 10% എത്രയാണ് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 50നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 500 എന്ന് പറയാം. എഗെയിൻ അതിന് എന്ത് ചെയ്യും, 100 കൊണ്ട് ഹരിക്കും. 2 0 വെട്ടുന്നു, 2 0 വെട്ടുന്നു. ഇത് ഹരിക്കുക എന്നുള്ളതാണ്. ഹരിക്കുമ്പോൾ ഈ താഴത്തെ 0 വെട്ടിപ്പോവും, മേലത്തെ 0 വെട്ടിപ്പോവും. 5/1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. 50ന്റെ 10% 5 ആണെന്ന് അർത്ഥം. അപ്പൊ ഒരു സംഖ്യയുടെ ശതമാനം എത്രയാണെന്ന് കാണുക ഇങ്ങനെയാണ്. ഞാൻ ഈ കുറച്ച് എക്സാമ്പിൾ ഇവിടെ എഴുതണ്ടേ, നിങ്ങൾ നമ്പർ ഇട്ടിട്ട് എഴുതാം. നമുക്ക് ഒന്നിച്ചൊന്ന് ചെയ്ത് നോക്കാം. റാൻഡം ആയിട്ട് എഴുതാൻ കേട്ടോ. 64ന്റെ 2% കാണുക. ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ പറയാണ് 73ന്റെ 1%. മൂന്നാമത്തത് 48ന്റെ 21%. ഓക്കെ, ശതമാനത്തിനെയാണ് നമ്മൾ ബൈ 100 എഴുതുന്നത് കേട്ടോ. 100 പൂർണ്ണത അതിനോട് കമ്പയർ ചെയ്യാണ്. നാലാമത്തത് 79ന്റെ 67%. ഇത്രയും സാധനങ്ങൾ നമുക്ക് കാണണം. നിങ്ങൾ ആദ്യത്തെ ചെയ്ത് നോക്കി. ആദ്യത്തെ ചെയ്തിട്ട് കുറച്ച് സമയം തരാം. നിങ്ങൾ ഒന്ന് ചാറ്റ് ബോക്സിൽ ആൻസർ പറഞ്ഞാൽ മതി. 64ന്റെ 2% കിട്ടിയ ചാറ്റ് ബോക്സിൽ ഇടുന്നേ. ഫസ്റ്റത്തെ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ 64നെ 2 കൊണ്ട് ഗുണിക്കുക, 100 കൊണ്ട് ഹരിക്കുക. അതാണ് ചെയ്യേണ്ടത്. 1.28 പറയുന്നു. 1.28 പറയുന്നു. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാവേ. സാധാരണ ഇതിൽ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ 64ന്റെ 2% കാണാന്ന് പറഞ്ഞാൽ 64നെ 2 കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിക്കലാണ്. 64നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 64ന്റെ ഇരട്ടിയാണ് കിട്ടുക. ഇരട്ടിപ്പാണല്ലോ. ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിപ്പാണ്. 64ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 128 ആണ്. 128നെ 100 കൊണ്ട് ഹരിക്കുമ്പോ ഏത് സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോഴും 2 0 സ്ഥാനം മാറ്റിയിട്ട് എന്തിടുക, പോയിന്റ് ഇടുകയാണ് ചെയ്യുക. ഓക്കെ, 10 കൊണ്ടാണ് ഹരിക്കുന്നെങ്കിൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടും. 100 കൊണ്ടായതുകൊണ്ട് 0ത്തിന്റെ എണ്ണം 2 0 ആ 2 0ത്തിന്റെ എണ്ണം കണക്കിലെടുത്തിട്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 സ്ഥാനം പുറത്തേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യും, ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കും. ഇനി 1000 കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിലോ 3 സ്ഥാനം പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. ഇവിടെ 100 കൊണ്ടാണ് ഹരിച്ചത് എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കിട്ടിയ ഉത്തരമായ 128ന്റെ 2 സ്ഥാനം പുറത്തേക്ക് ഇട്ടിട്ട്, ഇത് എവിടുന്ന് സ്ഥാനം, വലത്തുനിന്ന് എണ്ണണം. 2 സ്ഥാനം പുറത്തേക്ക് ഇട്ടിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, പോയിന്റ് ഇട്ട് കൊടുക്കും. ആദ്യത്തേത് ക്ലിയർ ആണോ? എന്ത് പ്രയാസമാണെങ്കിലും ചോദിക്കണേ. ഗുണിക്കുന്നതിലോ ഹരിക്കുന്നതിലോ കോൺസെപ്റ്റ് മനസ്സിലാവാത്തതിലോ എന്തിലാണെങ്കിലും സംശയങ്ങൾ അപ്പൊ തന്നെ ചോദിക്കണം. കാരണം പേഴ്സൻറ്റേജിന്റെ ചോദ്യമില്ലാത്ത ഡാറ്റയുടെ 5 ചോദ്യങ്ങളിലും പേഴ്സൻറ്റേജ് ചോദിക്കും. ഡാറ്റയുടെ 5 ചോദ്യങ്ങളിലും പേഴ്സൻറ്റേജ് കാണേണ്ടി വരും. അപ്പം ഇഷ്ടംപോലെ, അത് ഒന്നല്ല, ഒരു 10, 20, 25 പേഴ്സൻറ്റേജുകൾ കാണാനുണ്ടാവും. അപ്പൊ അത് തറവാക്കിയിട്ട് പോവാ. ഇനി അടുത്ത രണ്ടാമത്തെ ചെയ്തോളി. 73ന്റെ 1% എത്രയാന്നുള്ളത്. 0.73 പറയും. ഓക്കെ, 73ന്റെ 1% എങ്ങനെയാ കാണുക? 73നെ 1 കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിക്കുക. 73നെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ ഏത് സംഖ്യേനെ 1 കൊണ്ട് ഗുണിച്ചാ 70 ആ സംഖ്യ തന്നെയാണ് കിട്ടുക. 73 തന്നെ കിട്ടും. 100 കൊണ്ട് ഹരിക്കുമ്പോഴോ 2 സ്ഥാനം പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ എന്തിടണം, പോയിന്റ് ഇടണം. അപ്പൊ 0.73 എന്നാണ് ഇവിടെ ഉത്തരം കിട്ടുക, രണ്ടാമത്തതിന്റെ ഉത്തരം കിട്ടുക. ഓക്കെ, ഇത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് തന്നെ പറഞ്ഞോളൂ കേട്ടോ. ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യാനോ ഒന്നിനും പോണില്ല. ക്ലിയർ ചെയ്ത് തരും. ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ
പറയാം. 0.8 0.73, അതിന്റെ അപ്പുറത്ത് ഒന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി 0, ശൂന്യം. പോയിന്റ് 1ന് 0 ഇട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പോയിന്റ് 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് 0 ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. 0.1 ശൂന്യതയാണ് ഇപ്പുറത്തുള്ളത്. പോയിന്റ് 2 എന്നുണ്ടെങ്കിലോ 0.2 എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി നമ്മൾ സാധാരണ എണ്ണൽ സംഖ്യ പറയല്ലോ, ഇതിനൊക്കെ ഡെസിമൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 10 എന്ന സംഖ്യക്ക് ഡെസിമൽ ഉണ്ട്. എന്താ ഡെസിമല്? 10.0 അതിന്റെ അപ്പുറത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആ പോയിന്റിനെ നമ്മൾ കൺസിഡർ ചെയ്യാത്തത്. നിങ്ങൾ 1, 2, 3, 4 എന്ന് എണ്ണുന്നതിനൊക്കെ ആഫ്റ്റർ ദ സംഖ്യ എന്തുണ്ട്? ഒരു ഡെസിമൽ ഉണ്ട്. ആ ഡെസിമൽ 0.0 ആയതുകൊണ്ടാണ് 1 എന്ന് പറയുന്ന സംഖ്യയുടെ ഡെസിമൽ രൂപം 1.0 ആണ്. ഓക്കെ, 2 എന്ന് പറയുന്ന സംഖ്യയുടെ ഡെസിമൽ രൂപം 2.0 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു 2 എന്ന് മാത്രമായി പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നൂടെ എന്ന് പറഞ്ഞാൽ ഏതാണ് ഒന്നൂടെ പറയേണ്ടത്? ചെയ്തതാണോ ഒന്നൂടെ പറയേണ്ടത്? ഇപ്പൊ പറഞ്ഞ റൂളാണോ ഒന്നൂടെ പറയേണ്ടത്? 0.073 ആ സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം. 73നെ 1 കൊണ്ട് ഗുണിക്കുക. 73നെ 1 കൊണ്ട് ഗുണിച്ച് എന്താ കിട്ടുക? 73. 73 തന്നെ. ഇനി 73നെ 100 കൊണ്ട് ഹരിക്കണം. 73നെ 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 73 ഹരിക്കണം 100 ചെയ്യാന്നാണ്. ഓക്കെ, 73നെ 100 കൊണ്ട് ഹരിക്കാൻ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? എഴുതി ഹരിക്കുമ്പോ 73ന്ന് 100 പോവൂല. ഓക്കെ, 73 100നേക്കാൾ ചെറിയ സംഖ്യയാണ്. 73 100 എടുക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിന് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും. പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ആ എടുത്ത പോയിന്റിന് കണക്കാക്കിയിട്ട് എന്ത് വേണം? ഇവിടെ നമ്മൾ ഒരു 0 എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. 730. 730ന്ന് എത്ര 100 എടുക്കാം? 730ന്ന് 700 എടുക്കാം. 700 700 700 എടുത്താ പിന്നെ ബാക്കിയുള്ളത് 30 ആണ്. 30ന്ന് 100 എടുക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എഗെയിൻ പോയിന്റ് ഇടരുത്. ഒരു സംഖ്യയിൽ ഒറ്റ ഡെസിമലേ വരുള്ളൂ. ഓൾറെഡി ഫസ്റ്റ് നിങ്ങൾ പോയിന്റ് ഇട്ടുണ്ടെങ്കിൽ രണ്ടാമത് നിങ്ങൾ പോയിന്റ് ഇടരുത്. എക്സ്ട്രാ ഒരു 0 വെറുതെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 300ന്ന് എത്ര 100 എടുക്കാം? 300 എടുക്കാം. ഇതാണ് അതിന്റെ പ്രോസസ്സ്. ഈ പ്രോസസ്സ് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രിക്കാണ് എന്ത്? ഏത് സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോഴും 0ത്തിന്റെ എണ്ണമായ 2 0ത്തിന്റെ എണ്ണം ഉണ്ടല്ലോ, ആ എണ്ണത്തിനനുസരിച്ച് പോയിന്റ് നീക്കി കൊടുത്താൽ മതി എന്ന് പറയുന്നത്. 73നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ വലത്തുനിന്ന് ഇങ്ങോട്ട് 2 സ്ഥാനം എണ്ണീട്ട് എന്ത് ചെയ്താൽ മതി? പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 0.73. ഓക്കെ, മനസ്സിലായി. ഓക്കെ, ഗുഡ്. ഈ അടുത്തൊന്ന് ചെയ്ത് നോക്കോ. 48ന്റെ 21%. 10.08 പറയുന്നുണ്ട്. യെസ്, ഓക്കെ. നിങ്ങള് മാനുവലി തന്നെയല്ലേ ചെയ്യണേ, കാൽക്കുലേറ്റർ യൂസ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതിലിവിടെ സ്ഥലം ഒന്ന് ഉണ്ടാക്കട്ടെ. സ്ഥലം ഉണ്ടാക്കണം, ഒക്കെ മയക്കണം അല്ലെ? ഇതൊക്കെ മയക്കണ്ട് കേട്ടോ. ഞാൻ ഒന്നുകൂടി എഴുതി തരാം. 48ന്റെ 21% അല്ലേ നമുക്ക് കാണാനുണ്ടായിരുന്നേ? 48ന്റെ 21% കാണാൻ 48നെ 21 കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിക്കുക ചെയ്യാം. അപ്പൊ 48നെ നമുക്ക് എന്ത് ചെയ്യാം? 21 കൊണ്ട് ഗുണിച്ച് നോക്കാം. ഓക്കെ, ഗുണിക്കുന്ന സമയത്ത് ഒരു 8 8, ഒരു 4 4, 8 2 16, ബാക്കി 1, 4 2 8 3 9, 8 6 4 10 0, ബാക്കി 1 9 1 10, 1008 എന്ന് കിട്ടും. 1008നെ 100 കൊണ്ട് ഹരിക്കുമ്പോ 100 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള നമ്മുടെ റൂളുകൾ പ്രകാരം വലത്തുനിന്ന് 2 സ്ഥാനം എങ്ങോട്ട് എണ്ണണം? ഇടത്തോട്ട് എണ്ണീട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. 10.08. ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഉത്തരം പറഞ്ഞവരൊക്കെ, ബാക്കിയുള്ളവർ എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവര് അവരുടെ സ്റ്റാൻഡ് ഒന്ന് പറയാം. ഓക്കെ ആണെങ്കിൽ തംസപ്പ് ചെയ്യാ, ഓക്കെ അല്ലെങ്കിൽ എന്താണ് എവിടെയാണ് പ്രശ്നം എന്നുള്ളതും കൂടി ഒന്ന് പറയണേ. ഓക്കെ, വെരി ഗുഡ്. ഒരൊറ്റ സെറ്റും കൂടി, ഒരു ചോദ്യം കൂടി നമുക്ക് അതിൽ ബാക്കി ഉണ്ടായിരുന്നു. അതും കൂടി ചെയ്യാം നമുക്ക്. 79ന്റെ 67% എത്രയാണെന്ന് കണ്ടേ? 79ന്റെ 67%. 5293 പറയുന്നുണ്ട്, 5259 പറയുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 79നെ 67 കൊണ്ട് ഗുണിച്ചിട്ട് 100 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത് നോക്കാം. 9 7 63,
6 ബാക്കി 7 7 49 49ഉം 6ഉം 55. തെറ്റുണ്ടെ പറയണം കേട്ടോ, ഞാനിപ്പോ ചെയ്യാണ്, ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചതല്ലത്. 9 6 54, 5 ബാക്കി 7 6 42 5 47, 3 5 4 9, 7 5 12, 2 ബാക്കി 1, 5 293. 5293 100 കൊണ്ട് ഹരിക്കാം. 5293 100 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് സ്വാഭാവികമായി നമ്മൾ എന്ത് ചെയ്യണം? 2 സ്ഥാനം മാറ്റി എങ്ങോട്ട് എണ്ണണം? ബാക്കോട്ട് എണ്ണണം. അപ്പൊ 52.93. ക്ലിയർ ആയോ? ഓക്കെ, വെരി ഗുഡ്. ഇതാണ് ആദ്യത്തെ കോൺസെപ്റ്റ്. ഏത് സംഖ്യയുടെയും ഏത് ശതമാനം ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റാന്നുള്ളത്, ഏത് സംഖ്യയുടെയും ഏത് ശതമാനം ചോദിച്ചാലും ശതമാനം കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിക്കാൻ നമുക്ക് പറ്റണം. അതാണ് ശതമാനം കാണുന്നതിന്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു സെർട്ടൈൻ സംഖ്യയുടെ സെർട്ടൈൻ പെർസെന്റേജ്, അല്ലെങ്കിൽ സെർട്ടൈൻ സംഖ്യയുടെ എത്ര പെർസെന്റേജ് ആണ്, അല്ലെങ്കിൽ 5 എന്ന് പറയുന്ന സംഖ്യ 10ന്റെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കേണ്ടി വന്നാൽ, 5 എന്ന് പറയുന്ന സംഖ്യ 10ന്റെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കേണ്ടി വന്നാൽ 5നെ എന്തുകൊണ്ട് ഹരിക്കണം? 5നെ 10 കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ 5 10ന്റെ എത്ര ശതമാനമാണെന്നറിയാം. 5നെ 10 കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് ആദ്യം 100 കൊണ്ട് ഗുണിച്ചിട്ട് അതിനെ 500 ആക്കുക, എന്നിട്ട് 10 കൊണ്ട് ഹരിക്കുക. അപ്പം 0 വെട്ടി 0 വെട്ടി 50/1 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുന്നത് 10ന്റെ 50 ശതമാനമാണ്. വിച്ച് മീൻസ് നേർപകുതിയാണ്, 50-50 നേർപകുതിയാണ്. ഓക്കെ, ഇതാണ് വേറൊരു രീതി എന്ന് പറയുന്നത്. ഒരു സെർട്ടൈൻ സംഖ്യയുടെ സെർട്ടൈൻ ശതമാനം എത്രയാണ്, സെർട്ടൈൻ സംഖ്യയുടെ എത്ര ശതമാനം ഉണ്ട് എന്ന് കണ്ടുപിടിക്കല്. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാവേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മുമ്പ് ചോദിച്ചൊരു കൺഫ്യൂഷൻ. ഓ, ചോദിക്കൂ. മുമ്പ് പറഞ്ഞു 52.93 എന്നൊരു ആൻസർ കിട്ടിയില്ലേ? അവിടെ ഹരണത്തിലേക്ക് പോകാതെ ഗുണനത്തിൽ തന്നെ നമുക്ക് ആ രണ്ട് പോയിന്റ് ഇങ്ങോട്ട് ഇട്ട് അതിന് ആൻസർ എത്തൂലേ? ഏത് കേസിന്റെ ആണ് ലാസ്റ്റ് ചെയ്തത്? 79 ഇൻറ്റു 67 അല്ലേ? 52.93 ചെയ്യില്ല നമ്മള്. 79 ഇൻറ്റു 67 ആ സാധനല്ലേ? അതിനെ ഗുണിച്ചപ്പോ ഗുണനം കഴിയുമ്പോ തന്നെ നമുക്ക് അതിന്റെ പോയിന്റ് ഇട്ടൂടെ? പോയിന്റ് ഇടുക എന്ന് പറയുന്നത് ഹരണമാണ്. അതല്ല, ഹരിക്കുന്നില്ലല്ലോ, നമ്മള് ഹരിച്ചിട്ടില്ലല്ലോ. നമ്മള് ഗുണനം കഴിഞ്ഞപ്പോ തന്നെ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട് കൊടുത്തില്ലേ? അല്ല, 100 നമ്മൾ ഹരിച്ചു നോക്കിയില്ല ഒന്ന്. അത് കഴിഞ്ഞ സ്റ്റെപ്പിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്, ഇതാണ് പ്രോസസ്സ് എന്നുള്ളത്. ഈ സ്റ്റെപ്പിൽ നമ്മൾ ഹരിച്ചിട്ടില്ല, പോയിന്റ് മാറ്റിയിട്ട് എടുത്തിട്ടേ ഉള്ളൂ. ഗുണിച്ചതിന് ശേഷം നമ്മൾ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട് കൊടുത്തു. അതിന്റെ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ 100 കൊണ്ട് ഹരിക്കുന്ന പ്രോസസ്സ് ഇതാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഹരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെയുള്ള സ്റ്റെപ്പിൽ നമ്മൾ ഹരിച്ചിട്ടില്ല, പോയിന്റ് എണ്ണലേ ഉണ്ടായിട്ടുള്ളൂ. ഇനി 1000 ആണെങ്കിൽ 3 സ്ഥാനം ബാക്കോട്ട് വലിക്കുക, 10 ആണെങ്കിൽ 1 സ്ഥാനം ബാക്കോട്ട് ഇട്ടിട്ട് മാത്രം പോയിന്റ് ഇട്ടാൽ മതി. അതാണ് അതിന്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വരാണ്. അതിൽ ആദ്യത്തെ ചോദ്യം, 4 എന്ന് പറയുന്ന സംഖ്യ 10ന്റെ എത്ര ശതമാനമാണ്? 4 എന്ന് പറയുന്ന സംഖ്യ 10ന്റെ എത്ര ശതമാനമാണ്? അത് കണ്ടുപിടിക്കാൻ നമ്മൾ എഴുതുക എങ്ങനെയാണ്? 4 ഹരിക്കണം 10 ഇൻറ്റു 100. 100 എവിടെ നിന്ന് വന്നു ചോദിച്ചാൽ ചോദിച്ചത് ശതമാനമായതുകൊണ്ടാണ്. ശതമാനം ചോദിക്കുന്ന ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ 100ന്റെ ആവശ്യം വരും. ഇൻറ്റു 100 വേണം, അല്ലെങ്കിൽ ബൈ 100 കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വേണ്ടി വരും. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 71 243ന്റെ എത്ര ശതമാനമാണ്? മൂന്നാമത്തെ ചോദ്യം, 68 91ന്റെ എത്ര ശതമാനമാണ്? ഇതൊക്കെ റാൻഡം ആയിട്ട് എഴുതാൻ കേട്ടോ, നമുക്ക് ഒന്നിച്ച് ചെയ്ത് നോക്കാം. ഇതിൽ ആദ്യത്തെ ചെയ്ത് നോക്കിക്കോളൂ. 4 10ന്റെ എത്ര ശതമാനമാണ്? 4നെ 100 കൊണ്ട് ഗുണിച്ച് 10 കൊണ്ട് ഹരിക്കാം, അല്ലെങ്കിൽ 4നെ 10 കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിക്കാം. ഏതാണോ എളുപ്പം അങ്ങനെ ചെയ്യാം. ആദ്യത്തെ ചെയ്യട്ടോ. ഓക്കെ, 40 പറയുന്നു. 4 10ന്റെ എത്ര ശതമാനമാണ്? ഓക്കെ, 40 is the right answer. നോക്കാവേ. 4 10ന്റെ എത്ര ശതമാനമാണ്? 4നെ 100 കൊണ്ട് ഗുണിക്കുമ്പോ 400 എന്ന് ഉത്തരം കിട്ടും. പിന്നെ അതിനെ 10 കൊണ്ട് ഹരിക്കുമ്പോ എന്ത് കിട്ടും?
പൂജ്യം വെട്ടുന്നു, പൂജ്യം വെട്ടുന്നു. 40/1 എന്ന് പറഞ്ഞാൽ 40 തന്നെ. 4 എന്ന് പറയുന്ന സംഖ്യ 10ന്റെ 40% ഇനി ശരിയാണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? 40ന്റെ 4 എന്ന് പറയുന്ന സംഖ്യ 10ന്റെ 40% ആണെങ്കിൽ 40 എന്ന് പറയുന്ന സംഖ്യയുടെ 10ന്റെ 40% എത്രയാന്ന് കണ്ടു നോക്കിയാൽ മതി. ദിസ് ഇസ് 40%. 4 എന്ന് പറയുന്ന സംഖ്യ 10ന്റെ 40% ആണെങ്കിൽ 10ന്റെ 40% എത്രയാന്ന് ചെയ്ത് നോക്കുക. അപ്പൊ 4 കിട്ടുന്നുണ്ടെങ്കിൽ ഉത്തരം ശരിയാണ്. 0 വെട്ടുന്നു, 0 വെട്ടുന്നു, 0 വെട്ടുന്നു, 0 വെട്ടുന്നു. 1 × 4 4. ഇപ്പൊ കറക്റ്റ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ മാത്രം ക്ലിയർ ആണെന്ന് പറയാ. യെസ്. ഇനി 71 എന്ന് പറയുന്ന സംഖ്യ 243ന്റെ എത്ര ശതമാനമാണെന്നൊന്ന് കണ്ടുനോക്കുക. ഹരിക്കുമ്പോൾ തെറ്റിപ്പോവാതെ ഹരിക്കട്ടോ. ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ഉറങ്ങിയില്ലല്ലോ. 25.25 പറയുന്നു, 29.21 പറയുന്നു, 34.25, 29.2122, 20.21. ഉത്തരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. 20, 29 ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, നോക്കാം നമുക്ക്. യെസ്, നിങ്ങൾ ചെയ്യുന്നു എന്നറിയുന്നത് വലിയ സന്തോഷാട്ടോ. ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നറിയുന്നത്. നോക്കാം, നമുക്ക് ചെയ്തു നോക്കാം. യെസ്, ഇതൊക്കെ ഈ കുത്തിവരയിലൊക്കെ ഒന്ന് വായിക്കട്ടെ. 71 എന്ന് പറയുന്ന സംഖ്യ 243ന്റെ എത്ര ശതമാനമാണെന്നാണല്ലോ നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ നിങ്ങൾക്ക് 71നെ 243 കൊണ്ട് ഹരിച്ചിട്ട് 100 കൊണ്ട് ഗുണിക്കാം, അല്ലെങ്കിൽ 71നെ 100 കൊണ്ട് ഗുണിച്ചിട്ട് കിട്ടിയ ഉത്തരത്തെ 243 കൊണ്ട് ഹരിക്കാം. ഏതാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് അങ്ങനെ ചെയ്യാം. എനിക്ക് കൺവീനിയന്റ് ആദ്യം 100 കൊണ്ട് ഗുണിച്ചിട്ട് ഹരിക്കലാണ്. ഞാൻ അങ്ങനെ ശീലിച്ചുകൊണ്ട് എനിക്കതാണ് കുറച്ചുകൂടി എളുപ്പം, കൺവീനിയന്റ്, സുഖം, കംഫർട്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാണേ. 71നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7100 എന്ന് കിട്ടും. ഈ 7100നെ എന്തുകൊണ്ട് ഹരിക്കണം? 243 കൊണ്ട് ഹരിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ 243 7 എടുക്കാൻ പറ്റൂല, 71 എടുക്കാൻ പറ്റൂല. എത്ര എടുക്കണം? 710 എടുക്കണം. 710ൽ നിന്ന് എത്ര 243 എടുക്കാം? 2 200 400 ആയി. ഇത് പക്ഷെ 200 അല്ല, 243 ഉണ്ട്. അപ്പൊ 243ഉം 243 എത്രയായി? 486 ആയി. 486ലേക്ക് 243 486 ആയി. ഇനി ഒരു 243 കൂടി പോവോ? 710 ആവാൻ അത് മതിയോ എന്നുള്ളതൊന്ന് നോക്കുക. 6 3 9, 8 4 12, 2 ബാക്കി 1, 4 1 5 2, 729 ആയി. നമുക്ക് അത്രയും വേണ്ട, നമുക്ക് 710 മതി. അപ്പൊ 710ന്ന് 2 വട്ടം എന്തെടുക്കാൻ പറ്റുള്ളൂ? 3 വട്ടം എടുത്താൽ 710ന്റെയും പുറത്തേക്ക് അടക്കും. അപ്പൊ 2 വട്ടം വേണ്ട. 710ന്ന് എത്ര വട്ടം എടുക്കാൻ പറ്റൂ? 2 വട്ടമേ 243 എടുക്കാൻ പറ്റൂ. എടുക്കുമ്പോ എത്ര കിട്ടുക? 486 ആണ് 2 വട്ടം എടുത്താൽ കിട്ടുക. ബാക്കി നോക്കണം. 10 6 പോയാ 4. 10 6 പോയാ 4. എഗെയിൻ 10 8 പോയാ 2. 6 4 പോയാ 2. 224. 224 എന്തെടുക്കാൻ പറ്റൂല? 243 എടുക്കാൻ പറ്റില്ല. കാരണം ചെറിയൊരു ഡീവിയേഷൻ ഉണ്ട്. 243നേക്കാൾ ചെറുതാണ് ആര്? 224. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മേലുള്ള പൂജ്യത്തെ താഴോട്ട് ഇറക്കി ഇട്ട് കൊടുത്ത് സഹായിക്കണം. മേലുള്ളത് ആ 7200ന്റെ തന്നെ പൂജ്യം ആയതുകൊണ്ട് പോയിന്റ് ഇടേണ്ട ആവശ്യമില്ല. 2240. 2240ന്ന് എത്ര 243 എടുക്കാൻ പറ്റും നോക്കാം. 10 243 എടുത്താൽ എത്രയായി? 2430 ആയി. 10 243 എടുത്താൽ 2430 ആയി. അത്രയും ഇവിടെ ഇല്ല. ഇവിടെ എത്ര ഉള്ളൂ? ഇവിടെ 2240 ഉള്ളൂ. 2430 വേണ്ട. അപ്പൊ 10 243 എടുത്താൽ പോവില്ല. അപ്പൊ 10ന്റെ തൊട്ട് താഴെ എത്രയാളെ? 9 ഉള്ളത്. 9 243 എടുത്താൽ 2240 ആവൂ നോക്കാം. അപ്പൊ 243നെ 9 മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ എത്ര കിട്ടും നോക്കണം. 9 3 27, 2 ബാക്കി. 9 4 36, 36 2 38, 3 ബാക്കി. 9 2 18, 18ഉം 3ഉം
21, 2 187. അപ്പൊ ഓക്കെ, സെറ്റ് ആണേ. അപ്പൊ ഒരു 9 പ്രാവശ്യം എന്തെടുക്കാം? 9 പ്രാവശ്യം 243 2240 എടുക്കാം. എടുക്കുമ്പോ 9 പ്രാവശ്യം എടുത്താൽ 2187 വട്ടമേ എന്ത് ചെയ്യുന്നുള്ളൂ, എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അത്രേ എടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ വീണ്ടും ഹരിക്കണം. 10 7 പോയാ 3, 13 നിന്ന് 8 പോയി കഴിഞ്ഞാൽ, ഓക്കെ, 13 നിന്ന് 8 പോയി കഴിഞ്ഞാല് 5 53. 53 എന്തെടുക്കാൻ പറ്റില്ല? 243 എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? 0 ഇട്ട് കൊടുക്കണം. 0 ഇട്ട് കൊടുക്കാൻ ഇനി ഇവിടെ 0 ബാക്കിയില്ല. നമ്മൾ എക്സ്ട്രാ പുതിയ 0 പുറത്തുനിന്ന് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അങ്ങനെ പുറത്തുനിന്ന് 0 കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കണം. 29 കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇവിടെ 0 ഇട്ട് കൊടുക്കുക. 530. 530 എത്ര 243 എടുക്കാം? 2 243 എടുത്താൽ തന്നെ എത്രയായി? 486 ആയി. ഇനി നോക്കാവേ. 10 6 പോയാ 4, 12 നിന്ന് 8 പോയാ 4, 44. 44 എന്തെടുക്കാൻ പറ്റില്ല? 243 എടുക്കാൻ പറ്റില്ല. എഗെയിൻ നമ്മൾ ഇതിനെ 440 ആക്കും. 2 243 എടുക്കുമ്പോൾ 486 ആവും. അത്രയും ഇവിടെ ഇല്ല. ഇവിടെ എത്ര ഉള്ളൂ? 440 ഉള്ളൂ. അപ്പൊ ഒറ്റ പ്രാവശ്യം എന്തെടുക്കാൻ പറ്റൂ? 243 എടുക്കാൻ പറ്റൂ. അപ്പൊ ഒറ്റ 243. ഇങ്ങനത്തെ ഇങ്ങനെ നീണ്ട് 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 ശിഷ്ടമില്ലാതെ ഇങ്ങനെ പോകും. അതാ സംഖ്യയുടെ പ്രത്യേകതയാണ്. 29.21.0 എന്നൊക്കെ പറഞ്ഞ അങ്ങനെ നീണ്ടു പോകും. അപ്പൊ നമുക്ക് തൽക്കാലം 2 ഡെസിമലിൽ ഒതുക്കാം. ഒന്നുകിൽ 29.21 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത ഡെസിമലിനും കൂടി കൺസിഡർ ചെയ്തിട്ട് 29.22 എന്നും അതിനെ വിളിക്കാം. ഇവിടെ പരിപാടി നിർത്താം. അപ്പൊ 71 എന്ന് പറയുന്ന സംഖ്യ 243ന്റെ 29.21% എന്നർത്ഥം. ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ ചെയ്ത കണക്കുകളിൽ നിങ്ങൾ ഓക്കെ ആണോ? ഞാൻ സ്പീഡ് കൂടിയോ, കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞോ, എവിടെയെങ്കിലും കണക്ഷൻ പോയവരുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞോ. ഈ ഗുണനത്തിന്റെ കാര്യത്തിൽ കുറച്ച് ടൈം അവിടെ പോയി, പെട്ടെന്ന് അത് അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. നമ്മൾ തുടക്കത്തിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറെ സമയം എടുക്കുന്നതായിരിക്കും ഫീൽ ചെയ്യും. കാരണം നമ്മൾ മുമ്പ് ചെയ്തിട്ടില്ലാത്ത, പരിചയമില്ലാത്തൊരു കാര്യമാണല്ലോ. നമ്മളെപ്പോഴും പരിചയമില്ലാത്തൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പിടുത്തക്കേടാണ്. തുടക്കത്തിൽ ഉണ്ടാവും. കുറച്ചുകൂടി ചെയ്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗുണപട്ടികയും സാധനങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിലേക്ക് വന്ന് അതങ്ങനെ തറവും. ഇപ്പൊ അടിക്കുന്ന ലാഗിനെ ടെൻഷൻ അടിക്കണ്ട. ഒരു മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഇതേ ലാഗ് ഉണ്ടെങ്കിൽ മാത്രമേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ലാഗ് എന്ത് ചെയ്യും? ലാഗ് പോവും. തുടക്കത്തിലുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. നമ്മൾ ആ ട്രാക്കിലേക്ക് കയറി ഒന്ന് സെറ്റ് ആവാൻ എടുക്കുന്ന ഒരു സമയം. സെറ്റ് ആയി കഴിഞ്ഞാൽ അത് അങ്ങനെ നമുക്ക് തന്നെ ചിലപ്പോൾ ഇങ്ങനെ എഴുതി നോക്കൊന്നും വേണ്ടിയല്ല, നമുക്ക് ചില സ്റ്റെപ്പുകളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് മനക്കണക്കൊക്കെ ചെയ്യാൻ പറ്റും. ആ ലെവലിലൊക്കെ നമ്മൾ എത്തും. ഇപ്പൊ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. വേറെ ആർക്കെങ്കിലും ഗുണിക്കുന്നതിലോ ഹരിക്കുന്നതിലോ ഒക്കെ ഇപ്പൊ പറഞ്ഞ സ്റ്റെപ്പുകളിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ആയോ? അടുത്ത കണക്ക് ചെയ്യാം നമുക്ക്. യെസ്, വെരി ഗുഡ്. ഒരു കണക്കും കൂടി അതിൻ്റെ അകത്ത് ബാക്കിയുണ്ടായിരുന്നു. നമുക്ക് അതും കൂടി ഒന്ന് ചെയ്യാം. ഇത് മായ്ക്കണ്ടേ. ആ കണക്ക് എങ്ങനെയായിരുന്നു? 68 എന്ന് പറയുന്ന സംഖ്യ 91ന്റെ എത്ര ശതമാനമാണ്? 68 എന്ന് പറയുന്ന സംഖ്യ 91ന്റെ എത്ര ശതമാനമാണ്? ഞാനിങ്ങനെ ഗുണിച്ച് എഴുതി ഹരിച്ച ശതമാനം കാണാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിർബന്ധമായും അത് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇഷ്ടംപോലെ ഏകദേശം ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 5ഉം 6ഉം പെർസെന്റേജ് ഒക്കെ കാണുന്ന ഡാറ്റയുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. 74.72 പറയുന്നു, 69.3 പറയുന്നു, 74.72 പറയുന്നു. ബാക്കിയുള്ളവർ എല്ലാവരും ചെയ്യട്ടോ. ബാക്കിയുള്ളവർ 1 2 3 3 ഉത്തരങ്ങളെ വന്നുള്ളൂ. ചെയ്തോളൂ, സമയം എടുത്ത് ചെയ്തു. നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ ഒരു മെത്തേഡ് പറഞ്ഞില്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടി പറയാം. ഓക്കെ. ഇതിന്റെ നമുക്ക് അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 68 എന്ന് പറയുന്ന സംഖ്യ 91ന്റെ എത്ര ശതമാനമാണ് എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. അപ്പൊ സ്വാഭാവികമായും നമ്മൾ എന്തെങ്ങനെയാ തുടങ്ങുക? 68നെ 100 കൊണ്ട് ഗുണിക്കും, എന്നിട്ട് 91 കൊണ്ട് ഹരിക്കും. അപ്പൊ 68നെ 100 കൊണ്ട് ഗുണിക്കുമ്പോ 6800 ആണ് വരിക. 6800ന്ന് എത്ര 91 എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ 91 90 എന്ന് പറയുന്ന സംഖ്യ അല്ലെങ്കിൽ 91 എന്ന് പറയുന്ന സംഖ്യകളൊക്കെ 100നോട് അടുത്ത് നിൽക്കുന്ന സാധനമാണ്. അപ്പൊ നോക്കാം നമുക്ക്.
6 തൊണ്ണൂറ്റി എടുക്കാൻ പറ്റില്ല, 68 പറ്റൂല. നമ്മൾ എന്തിനെടുക്കണം? 680 എത്ര 91 എടുക്കാൻ പറ്റും അറിയണം. ഓക്കെ, അപ്പൊ 91 എന്ന് പറയുന്നത് ഏകദേശം സിമിലർ ടു 100 അടുത്ത് നിൽക്കുന്ന സംഖ്യയാണ്. അപ്പൊ 600 600 ആവുന്നത്. പക്ഷെ ഇത് 600 ഇല്ല. ഓക്കെ, 100 ഇല്ല. ഇത് 100ന് ചോടെയുള്ള 90 ഉള്ളത്. അപ്പൊ 6 പ്രാവശ്യം എടുത്താൽ മതിയാവൂല 600 ആവാൻ. 100 ആയിരുന്നെങ്കിൽ 6 പ്രാവശ്യം എടുത്താൽ 600 ആവും. 100ലും താഴെയുള്ള സംഖ്യ ആണെങ്കിൽ 6 പ്രാവശ്യം എടുത്താൽ മതിയാവൂല 600 ആവാൻ. അപ്പൊ 6നേക്കാൾ കൂടുതൽ തവണ എടുക്കേണ്ടി വരും. അപ്പൊ 7 തവണ എടുത്താൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാവേ. 91 7 വട്ടമാണ് എടുക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക നോക്കാം. 1 7 7 9 7 9 7 63 637 എന്ന് കിട്ടും. അപ്പൊ സെറ്റായി. 7 വട്ടമേ 91 എന്തെടുക്കാൻ പറ്റൂ? 680 എടുക്കാൻ പറ്റൂ. പിന്നെ 91 അതിലേക്ക് പോവില്ല. അത് 680 പുറത്തേക്ക് ചാടിപ്പോവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമുക്കതിനെ ഇവിടുന്നിട്ട് കുറയ്ക്കാം. തെറ്റുണ്ടെ പറയുന്നു കേട്ടോ, ഞാനിപ്പോ മാനുവലി ചെയ്യണാണ്. റാൻഡം ആയിട്ടൊരു കണക്ക് തന്നാണ്. 10 7 പോയി കഴിഞ്ഞാല് 3, 7 3 പോയി കഴിഞ്ഞാല് 4, 6 6 പോയ 0, 43. 43 91 എടുക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായും നമ്മൾ മേലെയുള്ള ബാക്കി കിടക്കണ 0നെ താഴോട്ടിറക്കിയെടുത്ത് 430 ആവും. 430 എത്ര 91 എടുക്കാം? 100 ആയിരുന്നെങ്കിൽ, സംഖ്യ 100 ആയിരുന്നുവെങ്കിൽ 430 4 വട്ടം എടുത്താല് ഓൾമോസ്റ്റ് 400 എത്തി. പക്ഷെ എന്തില്ല? ഇവിടെ ഈ പറഞ്ഞ 91 മാത്രമേ ഉള്ളൂ, 100 ഇല്ല. അപ്പൊ 91 4 പ്രാവശ്യം തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം എന്താ സംഭവിക്കാന്നുള്ളത്. 1 4 4 9 4 36. ഇനി അഞ്ചാമതൊരു 91 കൂടി നമ്മൾ ആഡ് ചെയ്യണ സമയത്ത് 4 1 5 9 6 15 5 ബാക്കിയൊന്ന് 455 ആവും. അത്രയും വേണ്ട, 430 വരെ മതി. അപ്പൊ 4 വട്ടേ 430 എന്തെടുക്കാൻ പറ്റൂ? 91 എടുക്കാൻ പറ്റൂ. 4 എടുത്താൽ തന്നെ 364 ആയേ. ഇനി 10 4 പോയി കഴിഞ്ഞാൽ 6, പിന്നെ ഉള്ളത് 12 6 പോയി കഴിഞ്ഞാൽ 6, 66. 66 91 എടുക്കാൻ പറ്റില്ല. സ്വാഭാവികമായും നമ്മളിവിടെ പോയിന്റ് ഇടും, എന്നിട്ട് അതിനെ 660 എന്ന് വിളിക്കും. 660 എത്ര 91 എടുക്കാൻ പറ്റും? നിയർലി 100 ആണ്. 90 എന്ന് പറയുമ്പോൾ നിയർലി 100 ആണ്. 600 എടുത്താലാണ് 600ന്റെ അടുത്ത് എത്തുക. പക്ഷെ ഇവിടെ 100 ഇല്ല. അപ്പൊ 91 ഉള്ളൂ. അപ്പൊ 100നേക്കാൾ കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പൊ 600 എടുത്താൽ 600 ആവുമെങ്കിൽ 90 എന്ന് പറയുന്നത് 6 എടുത്താൽ മതിയാവില്ല, ഓൾമോസ്റ്റ് 7 ഒക്കെ എടുക്കേണ്ടി വരും. അപ്പൊ 91 ഒരു 7 പ്രാവശ്യമൊക്കെ പോയാൽ 600ന്റെ അടുത്ത് എത്തും. 637 അല്ലേ നേരത്തെ നമുക്ക് കിട്ടിയത്? 7 അവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ. 7 91 637 ആണെന്ന് കിട്ടും. പിന്നെ കുറയ്ക്കുകയാണെ 10 7 പോയാ 3, 5 3 പോയ 2, 23. 23 91 പോവില്ല. അഗെയിൻ നമ്മൾ അതിനെ 0 ഇട്ടെടുത്ത് 230 ആക്കും. 230 2 91 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 90 90 എത്രയാ? 182 ആവും. 91 ആകുമ്പോ 182 ആവും. 182ലേക്ക് പിന്നെ ഒരു 91 കൂട്ടി അത് 230ന്റെയും പുറത്ത് കടക്കും. അപ്പൊ എത്രയേ ഉള്ളൂ? ഏകദേശം 2 പ്രാവശ്യമൊക്കെ 91 എവിടുന്ന് എടുക്കാൻ പറ്റൂ? 230 എടുക്കാൻ പറ്റൂ. അപ്പൊ ഓൾമോസ്റ്റ് നമുക്കതിനെ അപ്രോക്സിമേറ്റ്ലി 74 പിന്നെ ഇതിങ്ങനെ ദശാംശം ഇങ്ങനെ ഡിസിമൽ ഇങ്ങനെ നീണ്ടു പോകും. അപ്പൊ നമുക്കതിന് 74.72 എന്നുള്ളതിനെ റൗണ്ട് അപ്പ് ചെയ്ത് 74.73 എന്ന് വിളിക്കാം. ഓക്കെ, 73 എന്ന് വിളിക്കാം. അപ്പൊ 68 എന്ന് പറയുന്ന അല്ലെങ്കിൽ 91 എന്ന സംഖ്യയിൽ 68 എത്ര ശതമാനമാണ് വെച്ചാൽ 74.73%. ഇനി കിട്ടിയ ഉത്തരം ശരിയാണോ എന്നറിയാൻ ചെയ്യേണ്ട പരിപാടി, ഓക്കെ, കിട്ടിയ ഉത്തരം ശരിയാണോ എന്നറിയാൻ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. 74.73 ഉണ്ടാവുമല്ലോ. 74.73 നമുക്ക് കിട്ടിയ ഉത്തരം ഇതാണല്ലോ. ഈ 74.73നെ 91 കൊണ്ട് ഗുണിച്ചാൽ ഈ 6800, അതായത് ഇത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. കിട്ടിയ ഉത്തരത്തെ താഴെ ഇരിക്കുന്ന ആളെ കൊണ്ട് ഗുണിക്കുമ്പോ
ഈ ഗുണനത്തിന്റെ ഫലം ഉണ്ടല്ലോ 68 × 100 6800, ആ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കണക്ക് ശരിയാണെന്നുള്ളതാണ്. നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം. 74.73 91 കൊണ്ട് ഗുണിക്കുമ്പോൾ 6800 കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പൊ ഒരു ദശാംശ സംഖ്യയെ ഗുണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ദശാംശം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അതിനെ കുറച്ച് നേരത്തെ ഗുണിക്കാനുള്ള സ്ഥാനത്തിന്റെ അകത്ത് നിന്ന് ദശാംശ ആ സ്ഥാനത്ത് അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് 7473 എന്ന് വിളിക്കുക അതിനെ. ഓക്കെ, ഗുണിക്കുന്ന സമയത്ത് ദശാംശം ഉണ്ടെങ്കിൽ, ഡെസിമൽ ഉണ്ടെങ്കിൽ ഡെസിമലിനെ മറന്നു കളഞ്ഞിട്ട് ഗുണിക്കോ ഹരിക്കോ ചെയ്യുക. എന്നിട്ട് കിട്ടിയ ഉത്തരത്തിന് 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടെടുത്ത പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ 74.73 ദശാംശത്തെ നമ്മൾ കുറച്ചു നേരത്തേക്ക് മറന്നിട്ട് അതിനെ 7473 എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് അതിനെ 91 കൊണ്ട് ഗുണിക്കുകയാണ്. ഓക്കെ, 91 കൊണ്ട് ഗുണിച്ചു നോക്കാം. എന്നിട്ട് 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. 1 3 3, 1 7 7, 1 4 4, 1 7 7. ഇനി 9 കൊണ്ട് ഗുണിക്കണേ. 9 3, 9 3 27, 2 ബാക്കി. 9 7 63 2 65, 6 ബാക്കി. 9 4 9 4 എത്ര വരും? 9 4 36. 36ഉം ഇവിടെ 6 നമ്മൾ ബാക്കി എഴുതിണ്ടായിരുന്നേ, മറന്നു. 9 3 27, 2 ബാക്കി. 9 6 ബാക്കി. 9 4 36ഉം 6ഉം എത്രയായി? 42 ആയില്ലേ? 42, 4 ബാക്കി. 9 7 അഗെയിൻ 9 7 63, 63 4 എത്രയായി? 67. 7. ഇനി ഇതിനൊന്ന് കൂട്ടി സെറ്റാക്കണം. 3 7 7 14 4 ബാക്കി 1, 4 1 5, 5 10 0 ബാക്കി 1, 7 1 8, 8ഉം 2ഉം 2 ആയിരുന്നില്ലേ ഇവിടെ? 8 2 10 0 ബാക്കി 1, 7 1 8. ഇതാ 6 800. പിന്നെ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടാണ്ടല്ലോ. 6 800.43. ഈ 0.43ന്റെ ഡിഫറൻസ് വരുന്നത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കുറെ ഡെസിമൽ ഉണ്ടാവും, അതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് എടുത്തതിന്റെ വ്യത്യാസമാണ് ഈ 6 800ഉം കഴിഞ്ഞൊരു 0.43 കാണിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി എന്താണ്? ദ ആൻസർ ഈസ് റൈറ്റ്. 6800 കിട്ടുന്നുണ്ട്. ചെക്ക് ചെയ്താൽ മതി, നേരെ റിവേഴ്സ് ഓർഡറിൽ സാധനം സെറ്റായി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഈ 2 കോൺസെപ്റ്റ് ആണ് പേഴ്സൻറ്റേജിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ശതമാനം കാണലും ഒരു സംഖ്യ മറ്റേ സംഖ്യയുടെ ശതമാനം എത്രയാണെന്ന് കാണലും. ഈ 2 സാധനം ദശാംശം വരുമ്പോഴും 3 അക്കം വരുമ്പോഴും 4 അക്കം വരുമ്പോഴും 9ന്റെ ഗുണനം വരുമ്പോഴും 8ന്റെ ഗുണനം വരുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് തറോ ആണ്. മാനുവലി നിങ്ങൾക്ക് തെറ്റാതെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തലാണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം സെറ്റ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഈ സാധനം തറോ ആണെങ്കിൽ തെറ്റാതെ ചെയ്യാനുള്ള കാപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ആൻസർ എങ്ങനെ ചെയ്യണം എന്നുള്ള സാധനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സെഷനിൽ ഒരു 5 ചോദ്യങ്ങൾ ഇട്ടിട്ട് നാളെ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ ഓക്കെ, ഇന്ന് രാത്രി ഈ സാധനം മൈൻഡിൽ ഉണ്ടാവുക. നാളെ രാവിലത്തേക്ക് ഫ്രഷ് ആയിട്ട് വരാം. നമുക്ക് 5 ചോദ്യങ്ങൾ, ഓക്കെ, 5% ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. സോ താങ്ക് യു, ഗുഡ് നൈറ്റ്.